നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റവയാണ്, 1/2 കപ്പ് റവയാണ് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം നമ്മൾ കുറച്ച് വീതം ചേർത്തിട്ട് വേണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഇത് കറക്റ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് വീതം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് പാകത്തിന് കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഞാൻ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കാണിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്. വെള്ളം കൂടുതലും ഇല്ല, എന്നാൽ ഒട്ടും വെള്ളമില്ലാതെ ഇല്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിന് ഒരു അരമണിക്കൂർ മൂടി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ മൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മളിത് റെഡിയാക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ടാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഒരു തവി നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു സൈഡ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഫ്രൈ ആയി വന്നാൽ മതി, എന്നാൽ അധികം കളറൊന്നും ചേഞ്ച് ആവണ്ട. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 2 സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് മാവ് ഒരു തവി കോരി ഒഴിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. നന്നായിട്ടൊന്ന് പൊങ്ങി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഒരുപാട് ടൈമിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കളറൊന്നും ചേഞ്ച് ആയി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് നന്നായിട്ട് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ്. നമ്മളിതിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല മധുരവും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതുമാണ്. കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്